സ്നേഹമുള്ളവരെ, ഈസ്റ്റർ ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. ഈ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. പ്രസംഗ രീതിയിലുള്ള ഈസ്റ്ററിൻ്റെ സന്ദേശം ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആ പ്രസംഗം ശ്രവിക്കാവുന്നതാണ്. ഇത് അല്പം വ്യത്യസ്തമായ ചില ചിന്തകളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ ചിന്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഒന്നാമത്തത്, ഈ ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ മെസ്സേജ് എന്താണ്? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മെസ്സേജ് ദ വേൾഡ് ഹാസ് എവർ ഹേർഡ്? രണ്ടാമത്തത്, ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ രൂപം ഏതാണ്? ഇതിന് രണ്ടിനും ഒരു ഉത്തരം മാത്രമേ നമുക്കുള്ളൂ. ഈ ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ മെസ്സേജ് ഉയിർപ്പ് എന്ന മെസ്സേജാണ്. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ രൂപം ഉയിർത്തെഴുന്നേറ്റ മിശിഹായുടെ രൂപമാണ്. കാരണം സങ്കടങ്ങളിലും നിരാശകളിലും വിഷമതകളിലും ഒക്കെ പെട്ട് കിടക്കുന്നവരോട് ഉയിർത്തെഴുന്നേറ്റ മിശിഹായുടെ രൂപം വിളിച്ചു പറയാണ്, എല്ലാ സഹനങ്ങൾക്കും അറുതി ഉണ്ടാകും, എല്ലാ സങ്കടങ്ങളും ഒരിക്കൽ തീരും, സഹനങ്ങൾക്കപ്പുറം വിജയത്തിൻ്റെ ഒരു ദിവസം വരും. there is a third day, ഒരു മൂന്നാം നാളുണ്ട്. ക്ഷമിച്ചിരിക്കുക, സഹിച്ചിരിക്കുക, ഒരിക്കൽ വിമോചനമുണ്ടാകും, ഒരിക്കൽ ഉയർപ്പുണ്ടാകും, നിശ്ചയമായും ഒരിക്കൽ നിങ്ങൾ ജയിക്കും. ഇതിലപ്പുറം എന്ത് മെസ്സേജാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിന്, മനുഷ്യവംശത്തിന് നൽകാനാവുന്നത്? ഒരു പ്രത്യയശാസ്ത്രത്തിനും ഒരു മതത്തിനും ഇതിനപ്പുറത്തേക്കാൾ ലോകാവസാനത്തോളം ഒരു മെസ്സേജ് നൽകാനാവില്ല. അതുകൊണ്ട് ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തമായ സന്ദേശം, ഒരു വിജയമുണ്ട്, ഉയർപ്പുണ്ട് എന്നുള്ളതാണ്. ഈ പ്രത്യാശയാണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ പ്രതീക്ഷ ഇല്ലെങ്കിൽ ജീവിതം അവസാനിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് ആത്മഹത്യകൾ നടക്കും. നമ്മൾ ഓർക്കുക, കേരളത്തിൽ ഒരു ദിവസം മിനിമം 25 ആത്മഹത്യകൾ നടക്കുന്നുണ്ട് എന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷം 10,800 ആത്മഹത്യകൾ കേരളത്തിൽ നടന്നത്രേ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത്, നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ക്രൈസ്തവരുടെ ഇടയിൽ ആത്മഹത്യകൾ കുറവായിരുന്നു. ക്രൈസ്തവരുടെ ഇടയിൽ ആത്മഹത്യ കൂടുകയാണ്. കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരുടെ എണ്ണം കൂടി വരികയാണ്. അതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് സന്ദേശത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതാണ്, ഈ പ്രതീക്ഷയാണ് എല്ലാവരെയും മുമ്പോട്ട് നയിക്കുന്നത്. 3-4 പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടും ജയിക്കാത്ത ഒരാൾക്ക് നാളെ ഒരു വിജയമുണ്ട് എന്ന ചിന്തയിലാണ് വീണ്ടും പരീക്ഷ എഴുതാൻ തോന്നുന്നത്. പല പ്രാവശ്യം കടലിൽ വലയെറിഞ്ഞ് പരാജയപ്പെട്ട മുക്കുവന് അടുത്ത ക്ഷണത്തിൽ കിട്ടുമായിരിക്കാം എന്ന പ്രതീക്ഷയാണ് വീണ്ടും വലയെറിയാൻ പ്രേരിപ്പിക്കുന്നത്. പല പ്രാവശ്യം ഗവേഷണം നടത്തി നിരാശനായ ഒരു ശാസ്ത്രജ്ഞന് വീണ്ടും ഗവേഷണം നടത്താൻ പ്രചോദിപ്പിക്കുന്നത് ഈ പ്രതീക്ഷയാണ്. ഭൂമി തുറന്ന് ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് ഒന്നും കണ്ടെത്താനായിട്ടില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രകാശം ഉണ്ടാകും എന്ന് കരുതുന്ന ആ പ്രതീക്ഷയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപാരമായ ഒടുങ്ങാത്ത പ്രതീക്ഷയാണ് ഈസ്റ്റർ, ഉയിർപ്പ് ഞായർ നമുക്ക് നൽകുന്നതെന്ന് ഓർക്കാം. എർണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്ന നോവലിസ്റ്റിന്റെ പ്രസിദ്ധമായ ഒരു നോവലാണല്ലോ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. സാന്റിയാഗോ എന്ന് പറയുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ ചെറുപ്പകാലത്ത് ഒരുപാട് മീൻ പിടിച്ചതാണ്. അയാളുടെ കൂടെ മനോളി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമുണ്ട്. പക്ഷെ ഇപ്പോൾ പ്രായമായിട്ട് 40 ദിവസമായിട്ടും അയാൾക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മനോളിയോട് മാതാപിതാക്കൾ പറയുന്നു, എന്തിനാണ് ആ കിഴവന്റെ കൂടെ ഇനി പോകുന്നത്, നീ ഇനി പോകണ്ട എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ മടിപ്പിച്ച് മാറ്റുകയാണ്. പിന്നീട് ഇയാൾ ഒറ്റയ്ക്കാവുന്നു. 84 ദിവസം പിന്നീട് അയാൾക്കൊന്നും കിട്ടുന്നില്ല. അവസാനം അയാൾ ഒരു നിശ്ചയം ചെയ്യുകയാണ്, ഇനി പുറംകടലിലേക്ക് ഞാൻ പോകും. പുറംകടലിലേക്ക് അയാൾ പോകുമ്പോൾ അയാളുടെ ചൂണ്ടയിൽ ഭീമാകാരമായ ഒരു മത്സ്യം കുടുങ്ങുകയാണ്. അത് മാർലിൻ മത്സ്യമാണ്. ആ മത്സ്യം കുതറിച്ച് പോകാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നു. പക്ഷേ അയാള് 3 ദിവസം കാത്തിരിക്കുന്നു. ആ 3 ദിവസമൊക്കെ പ്രധാനപ്പെട്ടതാണ്. നോക്കുക, ലോക സാഹിത്യത്തിൽ ദ റെസറക്ഷൻ എന്ന് പറഞ്ഞു തന്നെ നോവലുകളും കഥകളും പദ്യങ്ങളും ഒക്കെ ഉണ്ടായി. TS എലിയട്ടും ജോൺ മിൽട്ടണും ഒക്കെയുള്ള ലിയോ ടോൾസ്റ്റോയി, അതുപോലെ ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാഹിത്യകാരല്ലേ ഡോസ്റ്റോവിസ്കി, ഷേക്സ്പിയർ, ഇങ്ങനെയുള്ളവരുടെ എല്ലാം രചനയുടെ കേന്ദ്രത്തിൽ ഈ റെസറക്ഷൻ ഉണ്ട്. വലിയ സന്ദേശം കഥകളിലൂടെയും നോവലുകളിലൂടെയൊക്കെ വായിക്കുന്നവർക്ക് പകർന്നു കൊടുക്കുകയാണ്. നിരാശപ്പെടരുത്, ദുഃഖിതരാകരുത്. അപ്പൊ ഇതാണ് ഈശോയുടെ ഉയർപ്പ് മുൻനിർത്തിയാണ് ഇവരിതെല്ലാം എഴുതുന്നത്. അപ്പൊ 3-ാം ദിവസം
വരെ കാത്തിരുന്നു. 3-ാം ദിവസം ഈ മത്സ്യം കീഴടങ്ങി. ആ മത്സ്യത്തെയായിട്ട് വരുമ്പോൾ ആ സ്രാവുകൾ മത്സ്യത്തിൻ്റെ ചോര അല്പം കടലിൽ പടർന്നു. അപ്പോൾ സ്രാവുകൾ ഈ മത്സ്യത്തെ ആക്രമിച്ചു. അവസാനം കരയിലെത്തുമ്പോൾ ഈ മാർലിൻ മത്സ്യം ഒത്തിരി സ്വപ്നങ്ങൾ സാന്റിയാഗോ കണ്ടിരുന്നു. 1500 റാത്രോളം തൂക്കമുള്ള മത്സ്യമാണ്. പക്ഷെ അവസാനം ഈ മുള്ളു മാത്രമേ ഉള്ളൂ. കടലിൻ്റെ കരയിലേക്ക് എത്തിയതിന് ശേഷം കടലിനെ നോക്കി ഈ കിഴവൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഒരു പ്രസ്താവമുണ്ട്. നിനക്കൊരിക്കലും ഓർത്തോളുക, എന്നെ പരാജയപ്പെടുത്താനാവില്ല. can never defeat me. അപ്പോൾ അപാരമായ പ്രത്യാശ, ഒടുങ്ങാത്ത പ്രത്യാശയുടെ, തകർക്കപ്പെടാനാവാത്ത വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് പ്രിയപ്പെട്ടവരെ ഈസ്റ്റർ എന്ന് പറയുന്നത്. ഈസ്റ്ററിൻ്റെ മെസ്സേജാണ് ലോകം മുഴുവൻ നമ്മൾ പ്രസരിപ്പിക്കേണ്ടത്. രണ്ടാമത്തത്, ഇതിനോട് ചേർന്നിട്ടുള്ള ബൈബിൾ വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവർ ശവകുടീരത്തിനടുത്തെത്തിയപ്പോൾ, മഗ്ദലേന മറിയം എത്തിയപ്പോൾ ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടതായി കണ്ടു. എന്തായിരുന്നു ഈ കല്ല്? മനുഷ്യവർഗത്തിൻ്റെ മേൽ വയ്ക്കപ്പെട്ടിരുന്നു കല്ലാണ്. അത് നിസ്സഹായരായ മനുഷ്യർ, രോഗികളായ മനുഷ്യർ, പാപികളായ മനുഷ്യർ, ദരിദ്രരുടെയും ഒക്കെ മേൽ വയ്ക്കപ്പെട്ട കല്ലാണ്. ഉച്ചനീചത്വം കൊണ്ട കല്ലാണ്. അവർ ഉയരാൻ പാടില്ല. അപ്പോൾ കുടിലുകൾ പോലും അതിൻ്റെ പൂമുഖങ്ങളൊന്നും ഉയർത്തി കെട്ടാൻ പാടില്ലായിരുന്നു. കുനിഞ്ഞകത്ത് കയറണം. കാരണം എപ്പോഴും താന്നു നിൽക്കണം മനുഷ്യർ. ആ കല്ലാണ് ഈശോയുടെ ഉയർപ്പെടുത്ത് മാറ്റുന്നത്. ഇനി മുതൽ ഇവൻ്റെ അടുത്ത് ധൈര്യത്തോടെ നമുക്ക് ചെല്ലാം. ഇനി ആരും നിരാശപ്പെടേണ്ടതില്ല. ഇനി ആരും അപകർഷതാ ബോധത്തിലേക്ക് ചുരുങ്ങേണ്ടതില്ല. ഇനി ആരും പാപത്തിന്റെ ബന്ധനത്തിലാണെന്ന് ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. ഇനി ആരും ഞങ്ങൾ രോഗികളാണ്, ആരും കൂടെയില്ല എന്നോർത്ത് നിരാശപ്പെടേണ്ടതില്ല. ഇനി ഞങ്ങൾ ദരിദ്രരാണെന്ന് പറഞ്ഞ് അപകർഷതയോടെ മാറ്റി നിൽക്കേണ്ടപ്പെടേണ്ടതില്ല. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് സകല നിരാശകളുടെയും അപകർഷതയുടെയും കല്ലുകളെ എടുത്ത് ദൂരെ കളയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 16:33 നമ്മൾ വായിക്കുക, ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മിശിഹായാണ് ലോകത്തെ ജയിച്ച്, മിശിഹായുടെ ജയം ലോകത്തെ മുഴുവൻ അവിടെ നിന്ന് കീഴടക്കിയിരിക്കുന്നു. നമ്മൾ ഓർക്കുക, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഓരോ സെക്കൻഡിലും മിശിഹയാണ് ഭരണം നടത്തുന്നത്. ഈശോയാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. ഈ കലണ്ടർ ഉണ്ടാക്കിയത് ഗ്രിഗറി മാർപ്പാപ്പയാണെന്ന് നമുക്കറിയാം. മാർപ്പാപ്പയുടെ കലണ്ടറാണ് ലോകത്ത് ഫോളോ ചെയ്യുന്നത്. സൺഡേ കേന്ദ്രമാക്കിയാണ്, ഉയിർപ്പ് കേന്ദ്രമാക്കിയാണ് ഈ കലണ്ടർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മറക്കാതിരിക്കാം. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മൾ ഹെബ്രായക്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ഇടയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരയേറിയ ദൈവപുത്രനായ മിശിഹ നമുക്കുള്ളതിനാൽ, ശ്രേഷ്ഠനായ പ്രധാന പുരോഹിതൻ നമുക്കുള്ളതിനാൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ധൈര്യപൂർവ്വം മുറുകെ പിടിക്കാം. കാരണം എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സമനായവനാണവൻ, നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതിനാൽ നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുന്നവനാണവൻ, അറിയുന്നവനാണവൻ. അതിനാൽ അവൻ്റെ സിംഹാസനത്തെ പ്രത്യാശയോടുകൂടെ നമുക്ക് സമീപിക്കാം. ആ ഒരു ദൈവം നിന്റെ സുഹൃത്താണ് എന്നുള്ള ഒരു ചിന്ത കൂടെ തരുന്നുണ്ട്. ഈശോയുടെ അടുത്തേക്ക് എല്ലാവർക്കും എത്താം. ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു സമാധാനമെന്ന് ആശംസിച്ചുകൊണ്ട്, മൂന്നാമത്തെ ഒരു ചിന്ത ഇതാണ് പ്രിയപ്പെട്ടവരെ, നീതിയുടെയും ധർമ്മത്തിൻ്റെയും ശബ്ദങ്ങളെ ഒരിക്കലും കുഴിച്ചു മൂടാനാകില്ല. എല്ലാ കബറിടങ്ങളും ഒരിക്കൽ തകർക്കപ്പെടും, എല്ലാ കഴുമരങ്ങളും ഒരിക്കൽ ഒടിഞ്ഞു പോകും. ഞാൻ ഓർക്കുന്നത്, ആഫ്രിക്കയിൽ വർണ്ണവിവേചനങ്ങൾ ശക്തമായിരുന്ന സമയത്ത് അവിടുത്തെ നീഗ്രോകൾ, കറുത്തവർഗക്കാർ, അവരെ ഒരുപാട് പേരെ കൊന്നൊടുക്കി. ആ സമയത്ത് അവരുടെ കുടിലുകളിൽ മെഴുകുതിരിയുടെ ഇരുണ്ട വെളിച്ചത്തിൽ അവരിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമേ. ഇന്നും ഞങ്ങളുടെ ഇടയൻ ഒരു കറുകറുത്ത കാപ്പിരി ഇടയൻ, അവനെ ഇന്നും ആരോ കുരിശിലേറ്റി. പക്ഷെ അവനെ ഒരിക്കൽ ഉയർപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പിന്നീട് ആഫ്രിക്കയിൽ സോവിട്ടോയിലെ ആ കൂടാരങ്ങളിലൊക്കെ, കുടിലുകളിലൊക്കെ പിന്നീട് വർണ്ണവിവേചനം മാറ്റപ്പെട്ടപ്പോൾ ഈ ഗീതം ഉയർന്നു പൊങ്ങി, ഞങ്ങളുടെ ഇടയൻ കറുകറുത്ത ക്രിസ്തു, അവൻ ഇന്നിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഓർക്കുന്ന 1963 ഓഗസ്റ്റ് 28 ലോകം കേട്ട അനശ്വരമായ പ്രസംഗം. ഒരു പ്രൊട്ടസ്റ്റന്റ് പുരോഹിതൻ, പാസ്റ്റർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അമേരിക്കൻ വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹം നടത്തിയ അപാരമായ
സ്നാപക പോലെ ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള പ്രസംഗമായിരുന്നല്ലോ അത്. അവിടെ അദ്ദേഹം പറയുന്നു, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. ഈ രാഷ്ട്രം അതിൻ്റെ മഹോന്നതയിൽ ജീവിക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകുമെന്ന സ്വപ്നം. ജോർജിയയിലെ ചുവന്ന കുന്നുകളിൽ പൂർവ്വകാല അടിമകളും ഉടമകളും സാഹോദര്യത്തിന്റെ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലം വരുമെന്ന സ്വപ്നം. എൻ്റെ കറുത്തവർഗക്കാരായ 4 കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ തൊലിയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ സ്വഭാവ മഹിമയുടെ ശ്രേഷ്ഠത കൊണ്ട് വിധിക്കപ്പെടുന്ന ഒരു കാലം വരുമെന്ന സ്വപ്നം. ഐ ഹാവ് എ ഡ്രീം. പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രത്യാശയുടെ അപാരമായ അലയൊലികൾ അമേരിക്കൻ ഐക്യനാടുകളിൽ മുഴങ്ങുകയും പിന്നീട് അമേരിക്ക കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരികളുള്ള ഒരാളായ ജോൺ എഫ് കെന്നഡി എന്നേക്കുമായി വർണ്ണവിവേചനം അമേരിക്കയിൽ നിന്ന് അവസാനിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ശബ്ദങ്ങളെ മാർട്ടിൻ ലൂതർ കിങ്ങിനെ വെടിവെച്ച് കൊന്നു. പക്ഷേ ഇവരെ ജോൺ എഫ് കെന്നഡിക്കും അതായിരുന്നു. പക്ഷേ ഈ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഈ ശബ്ദം വിജയിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോയുടെ അടുത്ത് വന്ന് ഈശോ പീഡാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറയുമ്പോൾ ഫരിസേയർ ചോദിച്ചു, ക്രിസ്തു എന്നും നിലനിൽക്കും എന്നാണല്ലോ ഞങ്ങൾ കേട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈസ്റ്റർ പറയുന്നു ക്രിസ്തു എന്നേക്കും നിലനിൽക്കും. ക്രിസ്തുവിന് മരണമില്ല എന്നാണല്ലോ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതെ, ക്രിസ്തുവിന് മരണമില്ല എന്ന് ലോകം കണ്ട ദിവസമാണ്. 4-മത്തെ ഒരു ചിന്ത ഇതാണ് പ്രിയപ്പെട്ടവരെ, സ്നേഹവും കാരുണ്യവുമാണ് എന്നേക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ദൈവത്തിന് 2 സിംഹാസനം ഉണ്ടെന്നുള്ളൊരു ചിന്തയുണ്ട്. ഒന്ന്, ഇടതുവശത്തെ സിംഹാസനം നീതിയുടെ സിംഹാസനമാണ്, വലതുവശത്തെ കരുണയുടെ സിംഹാസനമാണ്. അപ്പോൾ നമ്മൾ വിശ്വാസപ്രമാണത്തിൽ ചെല്ലുന്നത് എന്താണെന്നറിയോ? അവൻ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്നാണ്. ഇപ്പൊ ഈശോ കരുണയുടെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ഈ കാരുണ്യമാണ് ലോകത്തെ ഭരിക്കുന്നത്. ഓർക്കുന്നത് ആഫ്രിക്കയിൽ എവിടെയോ നടന്ന ഒരു സംഭവം, അത് സംഭവമാണോ കഥയാണോ എന്നറിയത്തില്ല. ഒരു ഷോപ്പിംഗ് മാളിൽ നിന്ന് 5 മുട്ടകൾ ഒരു സ്ത്രീ മോഷ്ടിച്ചു. എൻ്റെ കൊച്ചു കുഞ്ഞും അടുത്തുണ്ട്. ആ കൊച്ചു കുഞ്ഞ് ഇങ്ങനെ ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോലീസിൽ വിളിച്ചു പറയും, പോലീസ് വരികയാണ്. വിൽഫ്രഡ് എന്നെന്തോ പറയുന്ന, വിൻസെന്റ് എന്നെന്തോ പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വരുമ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ്. സ്ത്രീയോട് പറയുന്നു, നിന്നെ അറസ്റ്റ് ചെയ്യുകയാണ്, നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, നീ ഇവിടെ നിന്ന് ഈ മുട്ട മോഷ്ടിച്ചില്ലേ? അപ്പോൾ ആ സ്ത്രീ കരയുകയാണ്. ആ സ്ത്രീയുടെ കൊച്ചു കുഞ്ഞിങ്ങനെ പകച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കിയാണ്. അപ്പോൾ അവൾ പറയുന്നു, എനിക്ക് നിവൃത്തിയില്ലാത്തതിനാൽ ദാരിദ്ര്യമായതിനാൽ ഞാൻ മോഷ്ടിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് ഈ വിൻസെന്റ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കട ഉടമസ്ഥനോട് പറയുകയാണ്, നിന്റെ വീട്ടിൽ എത്ര കാലത്തേക്ക് ജീവിക്കാനുള്ളതുണ്ട്? ഇപ്പോൾ 1 മാസത്തേക്കുള്ള എല്ലാ ആഹാര പദാർത്ഥങ്ങളും ഒരു വണ്ടിയിൽ കയറ്റി അവളുടെ വീട്ടിലേക്ക് കൊടുത്തുവിടാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. നിയമമല്ല വലുത് എന്ന് ഞാൻ മനസ്സിലാക്കും. ചില സമയത്ത് നിയമത്തിന് പ്രാധാന്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ചുറ്റുമുള്ള പോലീസുകാർ മറ്റുദ്യോഗസ്ഥരൊക്കെ തടയുന്നുണ്ട്. സാർ, ഇത് നിയമത്തിനെതിരാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് മനുഷ്യപ്പറ്റും കാരുണ്യമാണ് പ്രധാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഈ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യനെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുന്നതാണ്. അടുത്ത ചിന്ത നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, അടുത്ത ചിന്ത ഇതാണ്, ഉത്ഥാനത്തിലുള്ള പ്രത്യാശയാണ്. അതായത് മനുഷ്യ ശരീരങ്ങൾ, ആ ശരീരങ്ങൾ ശരീരത്തിൽ നിന്ന് ആത്മാവിൻ്റെ അനശ്വരത, സ്വർഗപ്രാപ്തിയിലേക്കുള്ള ആ ഒരു ചിന്തയാണ്. എല്ലാ ശരീരവും ഉയർത്തെഴുന്നേക്കുമെന്ന ചിന്തയാണ്. മഹാനായ അത് കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 1 കൊറിന്തോസ് 15 മനോഹരമായ ഭാഷയിൽ പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാ പലതരം ശരീരങ്ങളുണ്ട്. അതൊരു വിത്തിൽ നിന്ന് ചെടി പുറപ്പെടുന്നു ഒക്കെ ഉൾപ്പെടെ ഉള്ള ഉദാഹരണം പറയുന്നുണ്ട്. ഞാൻ ചരിത്രത്തിൽ നടന്ന ഒരു സംഭവം, ഐസക് ന്യൂട്ടൺ, നോർക്കുക, ഈ ലോകപ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാർ 70% ക്രൈസ്തവരാണെന്ന് നമ്മൾ ചിലപ്പോൾ അത് ഞാൻ പറയുന്നത് ചില സമയത്തൊക്കെ ശാസ്ത്രത്തിനെതിരായിരുന്നു സഭ എന്നൊക്കെ പറയുന്ന അബദ്ധ ജഡിലമായ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതുകൊണ്ടാണ്. അപ്പോൾ ഐസക് ന്യൂട്ടന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, അദ്ദേഹം ദൈവശാസ്ത്രം കൂടിയാണ്, ചോദിക്കുന്നുണ്ട്, അല്ലയോ ഒരു ചെറുപ്പക്കാരനായ മഹാനായ ശാസ്ത്രജ്ഞ, എനിക്ക് അത്ഭുതം തോന്നുന്നു, ഇത്രയും വലിയ ശാസ്ത്രജ്ഞനായ അങ്ങ് ഇപ്പോഴും ഈ തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ പുലർത്തുന്നല്ലോ, ശരീരത്തിന് ഉയർപ്പുണ്ടെന്ന് അങ്ങേക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? അപ്പോൾ അദ്ദേഹം പറയും, എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നത്? അതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ഈ ശാസ്ത്രജ്ഞനോട് ഐസക് ന്യൂട്ടൻ കുറച്ച് ഇരുമ്പ് തരികളും മണൽ തരികളും കൊണ്ടുവരാൻ പറയാണ്.
എന്നിട്ട് അദ്ദേഹം അതിനെയെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ചതിന് ശേഷം പറഞ്ഞു, ഇതുപോലെയാണ് ശരീരവും ആത്മാവും, ഇതിനെ നമുക്ക് വേർപെടുത്താനാവുമോ? അപ്പോൾ അയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയുന്നു, ഒരു കാന്തം കൊണ്ടുവരാം. കാന്തം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നിസ്സാരമായിട്ട് ഇരുമ്പ് തരികൾ കാന്തത്തിലേക്ക് പറ്റിപ്പിടിക്കുകയാണ്. നിസ്സാരരായ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പരസ്പരം യോജിക്കുന്നില്ല എന്ന് താങ്കൾ പറയുന്ന ഈ കാര്യങ്ങളെ വേർപെടുത്താൻ ദൈവത്തിന് എത്ര എളുപ്പത്തിൽ സാധിക്കും? അതിനുശേഷം വേറൊരു പറയുന്നു, താങ്കൾക്ക് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇതെനിക്കൊന്ന് വിശദീകരിച്ചു. എങ്ങനെയാണ് ഒരു മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ്, ആ മുട്ട മുഴുവനായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേറൊന്നും, അത് അചേതനമെന്ന് നമുക്ക് തോന്നുന്നു. എങ്ങനെയാണ് ഒരു ജീവൻ അതിൻ്റെ അകത്ത് ഒരു തോടിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടുന്നത്? അതിൽ നിന്ന് ഒരു ജീവൻ പുറത്ത് പൊട്ടിവിടരാമെങ്കിൽ നമ്മുടെ തന്നെ ശാസ്ത്ര തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ ശരീരത്തിൻ്റെ ഉയർപ്പ് സാധ്യമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഉയർപ്പിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നൽകുന്നു. മിശിഹ ഉയർത്തെഴുന്നേറ്റ മിശിഹ നമ്മെ സമൃദ്ധമായി. Subscribe now and press the bell icon. Never miss an update.